ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് കൽമാസാണ്. ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കൽമാസ്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഫില്ലിങ്ങാണ് റെഡിയാക്കുന്നത്. സവാള, ഉപ്പും ചേർത്ത് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മൾ സവാളയിലോട്ട് ചിക്കൻ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇതൊക്കെ ചേർക്കുന്നുണ്ട്. സവാള ഇച്ചിരി വഴകുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, അല്പം മുളക് പൊടി എന്നിവയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഞാനിവിടെ അരി അരച്ചതുണ്ടായി, അതായത് തേങ്ങയും ഉള്ളിയും ചേർത്ത് അരച്ചെടുത്ത അരിയാണ്. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ അരക്കുന്ന പോലെ ഗ്രൈൻഡറിൽ അരച്ച അരി ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് ആദ്യം ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് മാറ്റി വെച്ചു. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിനുശേഷം ഓരോ ബോൾസ് ഇങ്ങനെ പ്രസ് പാനിൽ വെച്ച് പരത്തി എന്ത് ചെയ്തു, അതിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു ഷേപ്പിൽ ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അങ്ങനെ ഉരുട്ടി എടുക്കണം. നമ്മൾ നീളത്തിലാണ് ചെയ്യുന്നത്. ആ കൽമാസിൻ്റെ ഷേപ്പ് അറിയാമല്ലോ, ആ ഒരു ഷേപ്പിൽ, ഉന്നക്കായുടെയൊക്കെ ഷേപ്പിൽ അകത്ത് ഫില്ലിങ്ങായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ എല്ലാം തന്നെ ചെയ്തെടുത്തു. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ അപ്പച്ചെമ്പിൽ വാഴയിലയൊക്കെ വെച്ച് അതിലോട്ട് വെച്ചൊന്ന് വേവിച്ചെടുക്കാൻ പോകുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മുളക് പൊടിയും, ഒരു വലിയ സ്പൂൺ മുളക് പൊടിയും ഇച്ചിരി ഒരു 1/4 സ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം.
അപ്പോഴത്തേക്ക് കൽമാസ് വേവിക്കാൻ വെച്ച ആവിയിൽ വെച്ചത് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോന്നായിട്ട് ഈ ഒരു മുളക് മാവിലോട്ട് മുക്കിയിട്ട് നമ്മൾ എണ്ണ കൂടുതലൊന്നും വേണ്ട, ഫ്രൈ പാനിൽ ഒരു ചെറുതായിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കും. നല്ല ടേസ്റ്റാണിതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഫിഷ് വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ എന്ത് വെച്ചിട്ടോ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ചിക്കൻ വെച്ചാണ് ഇപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യണേ.